ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ಬಹಳ ದಿನಗಳಿಂದ ಒಂದು ದೊಡ್ಡ ಸಿನಿಮಾ ಮಾಡಲೇಬೇಕು అని ಆಲೋಚಿಸುತ್ತಿದ್ದೇವೆ. മനസ്സിലാവുന്ന ഭാഷയിൽ പറയ്. മലയാളം. അതായത് കുറെ കാലമായിട്ട് ഒരു വലിയ സിനിമ റോസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. വലിയ സിനിമ എന്ന് പറയുമ്പോൾ വലിയ ഒരു സ്റ്റാറിന്റെ സിനിമ. വലിയ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലുത് ചലഞ്ചിങ് സ്റ്റാർ അല്ലയോ? പിന്നല്ലേ ഇന്ന് അതില്ല. യു ആർ എ ചീറ്റ്. ഏയ് എന്തിനിങ്ങനെ രോഷം കൊള്ളുന്നേ? ഞാൻ ഡബിൾ കൊണ്ടുവരുമെന്നുള്ള സത്യം പറഞ്ഞല്ലേ വക്കീലെ? അടുത്തത് തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ വിചാരിച്ചത് വക്കീലല്ലേ? പക്ഷെ എപ്പോഴത്തെയും പോലെയല്ല, ഇത്തവണ എന്തായാലും കൊണ്ടുവരണമെന്ന് മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് സത്യം. പക്ഷെ ചെറിയ ഒരു സാങ്കേതിക കാരണമാണ് ചെയ്യാൻ പറ്റാത്തത്. ചെറിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ചലഞ്ചിങ് സ്റ്റാറിന്റെ ഡെവൽ ഇല്ലേ, അത് ഇതുവരെ OTT റിലീസ് ആയിട്ടില്ല. അവസാനം എന്താക്കി? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട്. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ, നിങ്ങൾ സംഭവിച്ചത് എന്താണെന്ന് കേക്ക്. അതായത് ഡെവിൾ ഈ ആഴ്ച OTT വരുമെന്നാണ് ദർശൻ ഫാൻസ് ബൈപ്പനഹള്ളി എന്നുള്ള പേജ് ട്വീറ്റ് ചെയ്തത്. എനിക്കത് വിശ്വസിക്കാൻ തീരെ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം കേസും പൊല്ലാപ്പൊക്കെ വരുന്നതിന് മുമ്പ് 28ാമത്തെ ദിവസം ചലഞ്ചിങ് സ്റ്റാറിന്റെ പടം ആമസോൺ പ്രൈമിൽ വരുമായിരുന്നു. എന്തൊരു പറ്റിയോ എന്തോ. പുനക്കടം താനിത് എങ്ങോട്ടാ? റിയാക്ട് ചെയ്യേ. എനിക്ക് പറ്റില്ല സർ. എനിക്ക് സൗകര്യമില്ലെന്ന്. റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കാനാ? വീണ്ടും കുറെ ന്യായം കേൾക്കാനോ? I am just fed up of this cat and mouse game called subscribing. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം എനിക്കും വിഷമമുണ്ട്. നമ്മളെ എല്ലാവരെയും അവരൊരുപോലെ പറ്റിച്ചു. പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം ആ പടം എന്തായാലും OTT വരുമല്ലോ. അന്ന് ഉറപ്പായിട്ട് നമ്മളത് റോസ്റ്റ് ചെയ്തിരിക്കും. എന്നെ വിശ്വസിക്കൂ പ്ലീസ്. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. അതായത് ഈ പ്രമുഖ OTT സർവീസുകളൊക്കെ ഈ കേസും പൊല്ലാപ്പൊക്കെ ഉള്ള അൽഗോരിതം ഫ്രണ്ട്ലി അല്ലാത്ത പടങ്ങളൊന്നും ഇപ്പോൾ വാങ്ങാറില്ല. അതുകൊണ്ടാണ് ഡബിൾ തള്ളിപ്പോയത്. എന്നാലും ഉടനെ ഏതെങ്കിലുമൊക്കെ വരും. പക്ഷെ അതിനു മുമ്പ് അൽഗോരിതം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പോരാ എന്നാ ഇതോ? ഇതും പോരെ എന്നാ പിന്നെ ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, വജ്രായുധം. ബാഹുബലിയൊക്കെ വന്നതിന് ശേഷം എത്ര തൊലിഞ്ഞ പടമാണെങ്കിലും അതൊക്കെ വെച്ച് ബ്രഹ്മാണ്ഡ സിനിമ ഉണ്ടാക്കാമെന്നുള്ളൊരു തോന്നൽ കന്നഡക്കാരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവന്മാർ വില്ലൻ, മാർട്ടിൻ, കപ്സ, കുരുക്ഷേത്ര എന്നൊക്കെ പറഞ്ഞ് ഓരോ കുൽസിത സൃഷ്ടികൾ ഇറക്കി വിടുന്നത്. അവങ്ങൾക്ക് ഇറക്കി പഴകി പോച്ച്, നമുക്ക് ഊക്കി പഴകി പോച്ച്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് തല്ലുപൊളിത്തരം കാണിക്കാനുള്ള അനുവാദവും ഇന്ത്യൻ സെൻസർ ബോർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലേ, കാർഷിക ബോർഡ് കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇത്രയും വില കൊടുക്കുന്ന വേറൊരു ബോർഡില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് ശാലിനി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം കിട്ടിയതും ജനനായകന് ഇതുവരെ കിട്ടാത്തതും. കോപ്പി അടിച്ച് മാത്രം പടം എടുക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 7 രാഗം താൻ 7 താളം താൻ എന്ന് അറ്റ്ലിയണ്ണം പറഞ്ഞെങ്കിലും മുക്കിയിരുന്ന് സാധനം ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെ ഉറക്കി കിടത്താൻ പറ്റുന്ന രാഗങ്ങൾ വേറെയും കിട്ടും. അതിനെപ്പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു രാഗം 5 മിനിറ്റ് പാട്ടുണ്ടാക്കിയപ്പോഴോ ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ അതൊരു 2.5 മണിക്കൂർ പടമായിട്ട് ഇറക്കി വിടാമെന്ന് മാജിക്കൽ കമ്പോസർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അർജുൻ ജന്യ അങ്ങ് തീരുമാനിച്ചു. കപ്സ ചെയ്തവൻ എന്തു ആവാന്നും വില്ലൻ ചെയ്തവൻ എന്ത് പുല്ലും ആവാന്നും പറഞ്ഞ് ഉപ്പി സാറിനെ ശിവണ്ണയും കൺവിൻസ് ചെയ്തതാണോ അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ രാജ്ഭായ് ഷെട്ടി സാറിന് ഇങ്ങനത്തെ തല്ലിപ്പൊളി പടങ്ങൾക്കൊന്നും പോയി തല വെക്കുന്നതല്ലോ. അങ്ങേരെ അഭിനയിച്ച് ഒരു തല്ലിപ്പൊളി പടം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ശിവപുരാണത്തിൽ നിന്ന് പടമെടുത്ത് തെലുങ്കന്മാരത് 8 നിലയിൽ പൊട്ടിക്കുമെങ്കിൽ ഗരുഡ പുരാണത്തിൽ നിന്ന് കടയെടുത്ത് ഞങ്ങളത് 16 നിലയിൽ പൊട്ടിക്കും എന്നുള്ള കന്നഡക്കാരുടെ ആത്മവിശ്വാസത്തിന്റെ പേരാണ് 45. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, ജയിലർ കണ്ട് ശിവണ്ണ ഫാൻസ് ആയവരോട് ഞാൻ ആദ്യമേ മാപ്പ് ചോദിക്കുന്നു. അതേപോലെ തന്നെ ഗരുഡ ഗമനം കണ്ട് രാജ്ബി ഷെട്ടി ഫാൻസ് ആയവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമ്മുടെ റിയൽ സ്റ്റാർ ഉപ്പി സാറിനോടും. What about all of his adoring fans? Get out. അപ്പോൾ പടം തുടങ്ങുമ്പോൾ നമ്മുടെ ഷെട്ടി സാർ ഇങ്ങനെ ഒരു സിഗ്നലിൽ കിടക്കുകയാണ്. നിങ്ങൾ ആ സിഗ്നലിലെ ടൈമർ നോക്കൂ. ബ്രില്യൻസ്. ഇങ്ങനെ ഫോണും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഹിജറകൾ വന്ന് കൈ കൊട്ടാൻ തുടങ്ങും. എത്ര തട്ടിയിട്ടും പൈസ തരാത്തതുകൊണ്ട് അങ്ങേറെ തലയിൽ വിട്ട് വരച്ച് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്ന ക്യാമറ കിട്ടും ഒരു കൊട്ട്. 4th വാൾ ബ്രേക്കിംഗ്. അങ്ങനെ ഫോണും ചെവി വെച്ച് ഇങ്ങനെ ബൈക്കും കൊണ്ടുപോയി ഒരു പട്ടിയെ ചെന്നങ്ങ് ഇടിക്കും. നിർത്തിക്കുക അതൊന്നുകൂടെ ഒന്ന് സ്ലോ മോഷനിലിട്ടേ. ഇടിക്കവേ ഇല്ലടാ. ഈ പടത്തിന് 45 എന്ന് പേരിട്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 അടി അപ്പുറത്ത് നിൽക്കുന്ന വണ്ടിയാണെങ്കിൽ പോലും അത് നിങ്ങളെ വന്ന് ഇടിച്ച പോലെ നിങ്ങൾക്ക് തോന്നും. പട്ടി ആയാലും ശരി, ഷെട്ടി ആയാലും ശരി. അങ്ങനെ തെറിച്ച് വീണ ഷെട്ടി സാർ ഡ്രോൺ പറന്ന് തുമ്പത്ത് വരുന്നവരെ അനങ്ങാതെ അങ്ങനെ തന്നെ കിടക്കും. ലൈറ്റ്സ്, സൗണ്ട്, ക്യാമറ, ഷെട്ടി സാർ, ആക്ഷൻ. Wow, excellent.
Excellent. ഇതുവരെ നടന്നതെല്ലാം അത്യന്തികം വിശ്വസനീയമായിരുന്നെങ്കിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഈ ട്രാഫിക് പോലീസ് ഒരുമാതിരി ഐസ്ലാൻഡിൽ ഐസ് തിന്നാൻ പോകുന്ന പോളാർ ബിയറിനെ പോലെ തീരെ താല്പര്യമില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, ഇനി ഇത് വല്ല സ്വപ്നം വല്ലതും ആണോ എന്ന്. സൊല്ലി വെച്ച മാതിരി അടുത്ത ഷോട്ടിൽ ഷെട്ടി സാറ് ഞെട്ടി എഴുന്നേക്കുന്നു. സൺലൈറ്റ് റേഷനിൽ വരുന്ന റൂമിൽ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവാതെ ഷെട്ടി സാർ ഇങ്ങനെ ഞെട്ടി ധരിച്ചിരിക്കുമ്പോൾ ചെസ് നമ്പർ 2 കയറി വരും. സാർ ചായ നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ. ആയുസ് ഒടുങ്ങിയ സ്വപ്നം ആസ്ഥാനത്തെ ചായ എല്ലാം ആളില്ലാത്ത റൂമിന്റെ കുഴപ്പമായിരിക്കും എന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ താണ്ട അങ്ങനെ നടുതിണ്ണയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. ശരി, ഇതെല്ലാം വീടിന്റെ പ്രശ്നമായിരിക്കും എന്ന് കരുതി ബാൽക്കണിയിലോട്ട് ഇറങ്ങിയപ്പോൾ താണ്ട കുറെ പേര് അങ്ങനെ ചുടുകാട്ടിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഒരു ദിവസം ആകുമ്പോൾ ഇങ്ങനെ പലതും നടക്കൂല്ലോ എന്ന് കരുതി നമുക്ക് അതൊക്കെ ആലോചിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ അപ്പം തന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോയി ആ പട്ടിയെ തന്നെ വീണ്ടും ഇടിക്കും. ഇത് നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ബ്ലാക്ക് ഷർട്ട്, കണ്ട ബ്ലാക്ക്. ഇപ്പൊ കാണിച്ചത് ചാണകപ്പച്ച, കണ്ട. എന്തായാലും പച്ച ഷർട്ട് ഇട്ടുകൊണ്ടൊന്ന് പട്ടിയെ തട്ടിയെങ്കിലും പാണ്ടിലോറി തട്ടാ ഷെട്ടി സാർ ഓഫീസിലെത്തി. ഇത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് സംഭവിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന മാത്രമേ ഷെട്ടി സാറും ചെയ്തുള്ളൂ. അതായത് എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുള്ള ഈ കാലത്ത് പേടിച്ചിരണ്ട് 10 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കഷ്ടപ്പെട്ട് 10 നില ലെഫ്റ്റും കയറി ചെന്ന് ഓൾറെഡി 10 തവണ ക്ലിക്ക് ചെയ്ത യൂട്യൂബ് ലിങ്ക് ഓഫീസ് ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്തിരുന്ന് കാണുന്നു. അങ്ങനെ ഷെട്ടി സാർ ഏതോ സ്വാമിജിയുടെ ദൈവിക പ്യാത്തിൽ ശ്രദ്ധയോടെ കേട്ടോണ്ടിരുന്നപ്പോഴാണ് പെൺകുട്ടികളോട് സംസാരിക്കാൻ പേടിയുണ്ടോ, 1 രൂപയ്ക്ക് വീഡിയോ കോൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പരസ്യം വരുന്ന പോലെ ഒരു പോപ്പപ്പ് ആഡ് പൊങ്ങി വരുന്നത്. ഏത് ഫിഷിംഗ് ലിങ്ക് വന്നാലും അതിലെല്ലാം കയറി ക്ലിക്ക് ചെയ്യണമെന്ന് HR പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഷെട്ടി സാർ അതിൽ കയറി ക്ലിക്ക് ചെയ്യും. അപ്പൊ ഗരുഡ പുരാണത്തിന്റെ ഒരു വെബ്സൈറ്റ് പറഞ്ഞു വരും. വെബ്സൈറ്റിൽ കൂടെ വരുന്ന ഗരുഡ പുരാണം ഇല്ല, പുതുമ തന്നെ. അങ്ങനെ ക്ലിക്ക് ചെയ്ത് പൊങ്ങി വന്ന ആഡിനകത്ത് വീണ്ടും എൻ്റർ ദ വേൾഡ് ഓഫ് ഗരുഡ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഷെട്ടി സാർ അതിലും അങ്ങ് ക്ലിക്ക് ചെയ്യും. യവനെയൊക്കെ ജോലിക്ക് എടുത്താൽ മുതലാളിക്ക് എങ്ങനെ മുതലാവുമോ എന്തോ. എന്താണെങ്കിലും എൻ്റർ ആയി കഴിഞ്ഞപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ വരും. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വടിയായി കഴിഞ്ഞാൽ അയാളുടെ ദേഹത്ത് നിന്ന് ഒരു പുക പുറത്ത് വരും. എല്ലാവരും പോയി കഴിഞ്ഞാൽ ആ പുക നവദ്വാരങ്ങൾ വഴി അകത്തോട്ട് കയറാൻ നോക്കും. ഈ ട്രസ് പാസിംഗ് സിഗ്നൽ വേണ്ടിയ ബാറ്റ്മാൻ കാലന്മാർ തിളച്ച കയറുമായിട്ട് വന്ന് പുക വലിച്ചെടുത്തോണ്ട് പോകും. പക്ഷേ ഈ കളിക്കൊടുക്ക മുഴുവൻ കണ്ടു തീർക്കുന്നതിന് മുന്നേ ഷെട്ടി സാറിന് ഒരു കോൾ വരും. സാറേ, നിങ്ങളെ വാരിക്കൊണ്ട് പോകാൻ ആരോ വന്നിട്ടുണ്ട്, ഉടനെ ഇറങ്ങി വരുമെന്ന്. അപ്പോൾ കാലിനയച്ച ആമസോൺ പാക്കേജ് ആയിരിക്കും എന്ന് കരുതി ഇറങ്ങി ചെന്ന് ഷെട്ടി സാറിന് തെറ്റിയില്ല. വന്നവന്മാര് മാനം വരെയൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഷെട്ടി സാർ കരാട്ട ഇറക്കി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. അവിടെയാണ് ഡയറക്ടർ ബ്രില്യൻസ്. ഷെട്ടി സാർ കരാട്ട കാണിക്കാൻ കൈ പൊക്കിയത് അവന്മാർ അവിടെ ഇരുന്ന് ഒരു കീബോർഡ് പൊക്കിയെടുത്ത് ചെവിക്കല്ല് നോക്കി ഒരു അറ്റയടി. അപ്പൊ തെറിച്ച് പോകുന്നു സാർ 2 കീ, 5ഉം 4ഉം ഒരു പല്ലും. പക്ഷെ അത് മാത്രമല്ല, അങ്ങേരെ പൊക്കിയെടുത്ത് വെൻഡിങ് മെഷീനിൽ അടിച്ചപ്പോ അവിടെ താണ്ട കിടക്കുന്നു 45 പാക്കറ്റ്. എനിക്കത്ര വിശ്വാസം പോരാ. അയ്യേ, അതെന്തോന്ന്? അപ്പൊ നിങ്ങൾ ഇത്രയും ഡൗൺ ഡേറ്റഡ് ആണോ? നമ്മൾ അപ്ഡേറ്റ് അല്ലേ? അതെന്താ അപ്ഡേറ്റ് അല്ലെന്നല്ല, നിങ്ങൾ ഡൗൺ ഡേറ്റഡ് ആണ്. എന്തായാലും അവിടുന്ന് ഷെട്ടി സാറിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഒറാങ്കുട്ടന്റെ തലയോട്ടി വെച്ചൊരു വണ്ടി വരും. കർണാടക ആയതുകൊണ്ട് കുഴപ്പമില്ല, കേരളം വല്ലതും ആയിരുന്നെങ്കിൽ കാണായിരുന്നു. വീടെത്തുന്നതിന് മുന്നേ പെറ്റി അങ്ങ് ചെല്ലും. അപ്പൊ ഈ ചോട്ടാ ഗുണ്ടകൾ ഷെട്ടി സാറിനെ ഒരു ബഡാ ഗുണ്ടയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങേരിച്ചിരി പെശകാണ്, ഐ മീൻ ലിറ്ററലി. എരുമപ്പാല് കറന്നു കുടിക്കുന്ന ഈ ഗുണ്ടാ സാറ് തലയോട്ടിയുള്ള മെതിയടിയേ ഇടൂ. പിന്നെ പാല് കുടിക്കുന്നതിന്റെ നന്ദി സൂചകമായിട്ട് എരുമത്തല കഴുത്തിലും തൂക്കും. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ വരാൻ പോകുന്നത് ആരാണെന്ന്. അപ്പോൾ നമ്മുടെ ഉപ്പി സാറ് ഷെട്ടി സാറിനെ ആളെ വിട്ട് വിളിപ്പിച്ച് അങ്ങേറെ ചത്തുപോയ പട്ടിക്ക് മാല ഇടാനാണ്. അങ്ങേരും പറഞ്ഞല്ലേന്ന് വെച്ച് മാല കൊണ്ടുവന്ന് ഇടും. പക്ഷെ പെട്ടെന്ന് ദേഷ്യം കയറിയ ഉപ്പി സാറ് ഷെട്ടി സാറിനെ എരുമയുടെ ചുണ്ടത്ത് വെച്ച് വരയ്ക്കും. അപ്പൊ ഷെട്ടി സാറും ചോദിക്കും, സാറേ ചത്ത ഒരു പട്ടിയല്ല, അതിനൊരു മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയാണോ എന്ന്. അപ്പൊ ഉപ്പി സാറ് പറയാം, അത് വെറും പട്ടിയല്ലായിരുന്നു, അത് അങ്ങേരുടെ അമ്മയായിരുന്നു. പാല് തന്ന എരുമ തൊട്ടപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു പട്ടിയെ തള്ളയെന്ന് വിളിക്കുന്നതാണല്ലേ ഉപ്പി സാറേ? ഞാൻ പറഞ്ഞില്ലേ, ഹീസ് വിയേർഡ്. എന്തായാലും തട്ടിന് എരുമ ഷെട്ടി സാറിനെ കുത്താൻ പോകുമ്പോൾ ഉപ്പി സാർ അതിന്റെ മോളിൽ കയറിയിരിക്കും. എന്നിട്ട് പറയും, ഗരുഡ പുരാണം അനുസരിച്ച് നിനക്ക് ഇനി 45 ദിവസമുണ്ട്, പക്ഷെ ആ 45 ദിവസം നിന്നെ ഞാൻ കൊല്ല ചെയ്യുമെന്ന്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഷെട്ടി സാർ നേരെ പോലീസിനെ വിളിക്കാനായിട്ട് ഓടും. പക്ഷെ പോലീസൊക്കെ ആ നാട്ടിലുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഫാക്ടറി ആ പഞ്ചായത്തിലേ ഇല്ല. പക്ഷേ ഇതൊക്കെ വെറും തോന്നലാണെന്ന് കരുതി ഷെട്ടി സാർ സമാനിച്ചേനെ. പക്ഷെ അപ്പോഴേക്കും പട്ടിയെ തട്ടിയ വണ്ടി കത്തിക്കാനായിട്ട് ഉപ്പി സാർ വരും. എന്നിട്ട് ഒരുമാതിരി വെട്ടറിമാരൻ ലെവൽ പെർഫോമൻസ്. അങ്ങനെ കത്തിപ്പോയ വണ്ടിയുടെ പുകയടിച്ച് വേർത്ത് വിളിച്ചിരിക്കുന്ന ഷെട്ടി സാറിനെ ഒരാൾ ഫോണിൽ വിളിക്കും. ഹലോ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒരു ലോങ് ബെല്ല് കേൾക്കും. യെസ്, അവർ ലൂസ് ഹീറോയിൻ അറൈവ്സ്. അവൾ ആള് ലൂസ് ആയതുകൊണ്ട് തന്നെ വേറെ ആരും കാണാതെ ഒരു അവന്റെ വണ്ടി കത്തിച്ചെന്ന് പറഞ്ഞപ്പോൾ അയാളെ വിളിച്ച് നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടതിന് വരെ അവളുടെ സ്വന്തം മാമനായ ഗുണ്ടയെ കാണിക്കാനായിട്ട് വിളിച്ചോണ്ട് പോകും. പക്ഷെ അവൾ ആള് ലൂസ് ആണെങ്കിൽ ഇവൻ പറഞ്ഞ കഥയെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആരുമില്ലാതെ ടാക്കീസിന്റെ ബെഞ്ചിലിരുന്ന് ഷെട്ടി സാർ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ ലെൻസിൽ മൈദ തേച്ചിട്ട് ഒരു പോസ്റ്റർ എടുത്ത് ഒട്ടിക്കും. ആ പോസ്റ്റർ കണ്ടപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി ഷെട്ടി സാർ പറയുന്ന എല്ലാം സത്യമാണെന്ന്. അല്ല ഡയറക്ടർ സാർ, എനിക്കൊരു സംശയം. ലോജിക്കലി ഇവിടെ അന്യൻ സിനിമയുടെ പോസ്റ്റർ ആണല്ലോ വരേണ്ടത്. ഈ സിനിമയുടെ പോസ്റ്റർ തന്നെ വരണമെന്ന് എന്തിനാ എഴുതി വെച്ച്? யாருக்கு தெரியும், ஏதோ ஒரு ஃப்ளோல எழுதி கொடுத்து சும்மா இருக்கே நீ. എന്തായാലും ഷെട്ടി സാർ പറഞ്ഞ കഥയെല്ലാം വിശ്വസിച്ച് ചേച്ചിയുടെ മുത്തുമാമനെ കാണിക്കാനായിട്ട് ഷെട്ടി സാറിനെ വിളിച്ചോണ്ട് പോകും. പക്ഷെ കടിച്ചതിനേക്കാൾ വലുതിനെയാണ് പിടിച്ചതെന്നൊക്കെ പറഞ്ഞ പോലെ ഉപ്പി സാർ 45 ദിവസം ഡെഡ് ലൈൻ തന്നിട്ടുണ്ടെന്ന് പറയാൻ ചെന്നപ്പോഴത്തേക്കും മുത്തുവണ്ണനും ഉപ്പി സാർ കൊടുത്ത 45 ദിവസം അന്ന് തീരുകയായിരുന്നു. അങ്ങനെ അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ച് തന്നെ മുത്തുമാമയുടെ കണ്ണ് തെറിച്ച് വന്ന് ഷെട്ടി സാറിന്റെ മടിയിൽ വീഴും. അവിടുന്ന് നേരെ ഒരു റൊമാൻറ്റിക് സോങ്. അല്ല, നിങ്ങളെന്താ അങ്ങനെ നോക്കുന്ന? മാമയുടെ ഒരു കണ്ണ് പോയെന്ന് എഴുതി പ്രേമിക്കാൻ പാടില്ലെന്നുണ്ടോ?
അപ്പൊ ഇപ്പൊ തന്നെ ഒരു 20 ദിവസം കഴിഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ ചാവുന്ന ടെൻഷനിലായിരിക്കും. പക്ഷെ ഷെട്ടി സാറ് ലാപ്പൊക്കെ തുറന്ന് അന്യന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ കണ്ട് ടോട്ടലി കൂളാണ്. പക്ഷെ 45 ദിവസത്തിന്റെ കാര്യം അങ്ങനെ അങ്ങ് മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഉപ്പി സാറ് ഭീഷണിപ്പെടുത്താനായിട്ട് അങ്ങനെ എരുമത്തല യമഹയായിട്ട് വന്നിട്ട് ഷെട്ടി സാറിന്റെ ഡബ്ബയിലെ തൈര് മുഴുവൻ എടുത്ത് കുടിക്കും. അയ്യേ ഇതെന്ത് തൈര് ഡബ്ബയിലുള്ള തൈര് മുഴുവൻ ഉപ്പി സാറ് കുടിച്ചു തീർക്കുന്നുണ്ട്. പേടിച്ച ഷെട്ടി സാറ് അവിടുന്ന് ഓടി ഒരു ഇറച്ചി വെട്ടുകാരന്റെ അടുത്ത് പ്രൊട്ടക്ഷൻ ചെയ്യലും. അപ്പൊ സാമ്രാട്ടിന്റെ കുപ്പായ ഇട്ടുകൊണ്ട് കാളത്തല യമഹയിൽ ഉപ്പി സാറ് മെഷീൻ കണ്ണും ഫിറ്റ് ചെയ്തുകൊണ്ട് വരും. ആ വെടിയുടെയൊക്കെ ഇടയിൽ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് ഷെട്ടി സാർ ഓടിച്ചെന്ന് അങ്ങേറെ അമ്മയുടെ മടി കിടന്ന് പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങും. അപ്പൊ അമ്മച്ചി എഴുന്നേറ്റ് പറയും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ രക്ഷിക്കാൻ സുബ്രഹ്മണ്യൻ നേരിട്ട് വരുമെന്ന്. അപ്പൊ അതാ വരുന്നു നമ്മുടെ ശിവണ്ണ. പക്ഷെ അങ്ങനെ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു പാരഡോക്സ് ആണ്. അതായത് വീഴാൻ പോകുന്നവരെ എഴുന്നള്ളത്ത് താങ്ങി നിർത്തുന്നതാണ് ശിവണ്ണയുടെ ഇൻട്രോ. കലിയുഗത്തിന്റെ ഒക്കെ ഒരു പോക്ക് നോക്കണേ, ദൈവത്തിനെ താങ്ങി നിർത്താൻ ദൈവം തന്നെ വരണം. എന്തല്ലേ? അപ്പൊ നമ്മുടെ ശിവണ്ണ കസ്തൂരി നിവാസ് എന്ന് പറഞ്ഞൊരു കോളനിയുടെ ഓണറാണ്. അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ശിവണ്ണ വിചാരിച്ചാൽ തീർക്കും. കറണ്ട്, ഗ്യാസ്, വെള്ളം മാത്രമല്ല ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ വരെ ശിവണ്ണ വിചാരിച്ച പുഷ്പം പോലെ തീർക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു പെണ്ണും പിള്ള കെട്ടിയവനെ ചീത്ത വിളിച്ചുകൊണ്ട് പിള്ളേരെയും വിളിച്ചിറങ്ങും. എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആകെ അലമ്പ, ഇങ്ങനെയൊക്കെ വീട്ടിൽ നടു ഒടിഞ്ഞ് കിടക്കേണ്ടതാണെന്ന് പെണ്ണുപിള്ള പറയും. ശിവണ്ണ അപ്പൊ തന്നെ ഒരു ചെടിച്ചട്ടി എടുത്ത് ഉമ്മറത്ത് വെക്കും. അങ്ങേരെ അതിൽ തട്ടി നടു പിടിച്ച് വീഴും. ആ പെണ്ണുപിള്ള തലയിൽ ഇടുത്തി വീഴണമെന്നൊന്നും പറയാതിരുന്നത് ഭാഗ്യം. അങ്ങനെ ശിവണ്ണ അവിടെ നിന്ന് ഇറങ്ങി ഒരു തട്ടുകടയിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഷെട്ടി സാറിനെ കാണുന്നത്. ഷെട്ടി സാർ അപ്പോൾ അവിടെ ആരും കാണാതെ ഹെഡ്സെറ്റ് വെച്ചിട്ട് തുണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹു ആം ഐ കിഡിങ്? ഷെട്ടി സാർ വീണ്ടും ഗരുഡ പുരാണത്തിന്റെ ബാക്കി ഇരുന്ന് കാണുമായിരുന്നു. അപ്പൊ ശിവണ്ണ വളരെ മാന്യമായിട്ട് അടുത്ത് ചെന്നിട്ട് അങ്ങനെ എയർപോർട്ട് ചുരണ്ടി എടുത്ത് ചെവിയിൽ വെക്കും. ഇതിൽ ദേഷ്യപ്പെട്ട് കാശ് പോലും കൊടുക്കാതെ ഷെട്ടി സാർ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പി സാറിന്റെ ആളുകൾ തല്ലാൻ വരും. അവിടെ നിന്ന് ഷെട്ടി സാറിനെ ശിവണ്ണ രക്ഷിച്ചുകൊണ്ട് ഷെട്ടിയെ തട്ടാൻ ഉപ്പി നേരിട്ട് വരും. എന്നിട്ട് ഐശ്വര്യമായിട്ട് ഒരുത്തന്റെ തല വെട്ടി കാറ്റി പാത്തിട്ട് ഷെട്ടിയെ നോക്കി നിന്ന് ഘോര ഡയലോഗ്. പക്ഷെ അതിന്റെ നടുക്കും ശിവണ്ണ കയറി നിൽക്കും. കാര്യം ഉപ്പി സാർ എത്ര ഭീകരനാണെന്ന് പറഞ്ഞാൽ ശിവണ്ണയെ കണ്ടത് ആളാകെ ഒന്ന് വരണ്ടോ. അത് പിന്നെ മഴയത്ത് നനഞ്ഞ സിഗരറ്റ് വെള്ളം വെച്ച് കത്തിച്ച് വായിൽ വെക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആരായാലും പേടിക്കും. അപ്പൊ ശിവണ്ണയുടെ സംരക്ഷണത്തിലാണ് ഷെട്ടി സാർ എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് എന്തായാലും അങ്ങനെ അടുത്ത് പോയി കൊല്ലാൻ പറ്റില്ല എന്ന് ഉപ്പി സാറിന് മനസ്സിലാവും. അങ്ങനെ ദൂരെ നിന്ന് കൊല്ലാനായിട്ട് ഒരു ക്രോസ് ബോയും കൊണ്ട് വരും. എന്നിട്ട് 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വെടിവെക്കും. സാധാരണ 100 മീറ്റർ അപ്പുറത്ത് നിന്ന് വെടിവെച്ചാൽ പോലും ആരും അങ്ങ് എത്തില്ല. പിന്നെ പോട്ടെ, ഉപ്പി സാറിന് ഒരു ആഗ്രഹമല്ലേ. പക്ഷെ അപ്പോഴേക്ക് ശിവണ്ണ ഷെട്ടി സാറിനെ വിളിക്കാനായിട്ട് വരും. ഷെട്ടി സാർ ആ വണ്ടി കയറി അങ്ങ് പോകും. ഇത് കണ്ടപ്പോൾ ഉപ്പി സാറിന് ആകെ ദേഷ്യമായി. അങ്ങനെ ഒരു പാണ്ടിലോറിയായിട്ട് വന്നിട്ട് കർണാടക മുഴുവൻ എടുത്തങ്ങ് മറിച്ച് വെക്കും. പക്ഷെ അതിലൊന്നും നമ്മുടെ ഇൻട്രസ്റ്റ് പോകില്ല. കാരണം ശിവണ്ണ അപ്പുറത്ത് ഷെട്ടി സാറിനെ പുറകിൽ വെച്ചിട്ട് വെസ്പ വീൽ ചെയ്യാണ് സുഹൃത്തുക്കളെ. ശിവണ്ണ സൂക്ഷിച്ച്, ഷെട്ടി സാർ വീഴും. ഹിങ്ങർക്ക് ഈ നടുപൊടിക്കൽ തന്നെ പണി. എന്തായാലും ഉപ്പി സാർ അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. ഒരുത്തനെ പിടിക്കാനായിട്ട് അങ്ങനെ ആ നാട് മുഴുവൻ കൊത്തിച്ച് കുറെ പേരെ കൊലയ്ക്കും കൊടുത്തു. ഇവിടുന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ശിവണ്ണ ഷെട്ടി സാറിനെ ഒരു കല്യാണത്തിന് വിളിച്ചോണ്ട് പോകും. അച്ഛന്റെ അതമ്മായിപ്പന്റെ അങ്ങനെ സ്വന്തം കാമുകിയുടെ. ഇത് കണ്ട് തണ്ണിച്ചിരിക്കുന്ന ഷെട്ടി സാറിനോട് ശിവണ്ണ എന്ന് കുറെ ഫിലോസഫി പറയും. ലൈഫ് ഈസ് എ ഡിഫിക്കൽട്ട് പ്ലേസ്, ലെറ്റ്സ് ഹാവ് എ ചിക്കൻ പീസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചോണ്ട് പോയി ഫോട്ടോ എടുപ്പിക്കും. നടു റോട്ടിൽ നടു പിടിച്ച് വീഴ്ത്തുക. സ്വന്തം കാമുകിയുടെ കല്യാണത്തിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി ഫോട്ടോ എടുപ്പിക്കുക. ഉപ്പി സാറിനെ കാട്ടി ഇങ്ങേർക്കാണ് ഷെട്ടി സാറിനോട് വിരോധമെന്നായി എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഷെട്ടി സാറിന്റെ അമ്മ തല ഇറങ്ങി വീഴും. അവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ചോദിക്കും, നിന്റെ അമ്മയോട് നീ എന്നെങ്കിലും അമ്മ കഴിച്ചോ അമ്മ കുളിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോന്ന്. പാവം ഷെട്ടി സാർ അങ്ങനെ അതൊന്നും ചോദിച്ചിരുന്നില്ല. അങ്ങനെ പെണ്ണും പോയി തള്ളയും പോയി മാരണം പോലെ ശിവണ്ണെ ആർക്കാണെങ്കിലും ചത്ത് കളയാൻ തോന്നും. അതുകൊണ്ട് ഷെട്ടി നേരെ ഉപ്പി സാറിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലും. അല്ലല്ല നിക്ക്, കർണാടകയിൽ എവിടെ മരുഭൂമി? അതൊന്നും പറയാൻ പറ്റില്ല സാർ. എന്താ കഥയിൽ ചോദ്യമില്ല സാർ, പ്രത്യേകിച്ച് അണ്ണന്റെ കഥയിൽ. പക്ഷെ ചാവാൻ ഷെട്ടി സാർ റെഡിയായാലും ഈ ശിവണ്ണ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ വെസ്പയിൽ വന്ന് ഷെട്ടി സാറിന് ഉപ്പി സാറിന്റെ സിഗരറ്റിനെ റാഞ്ചിക്കൊണ്ട് അങ്ങ് പോകും. സിഗരറ്റ് വേണമെങ്കിൽ സ്വന്തം കാശിന് മേടിച്ച് വലിച്ചുകൂടെ ശിവണ്ണ? ഇതിപ്പോ എത്രാമത്തെ തവണയാണ് റാഞ്ചിക്കൊണ്ട് പോകുന്നത്. എന്താണെങ്കിലും ശിവണ്ണയുടെ വെസ്പയെ തൂക്കാൻ ഉപ്പി സാർ അങ്ങനെ താമര മുട്ട് പീരങ്കിയും കൊണ്ടുവരും. ഇത് കണ്ട ഉടനെ ശിവണ്ണ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടോട്ടും തിരിഞ്ഞു നിന്ന് ഓരോ പേര് വിളിക്കാൻ തുടങ്ങും. അപ്പൊ തന്നെ വേറെ കുറെ ശിവണ്ണ അവരുടെ പണിയൊക്കെ കളഞ്ഞ് പറന്നു വന്നിട്ട് എല്ലാവരും കൂടെ ബാറ്റ് മൊബൈലിൽ ശൂലം വെച്ച പോലത്തെ ഒരു വണ്ടി അങ്ങ് ഉണ്ടാക്കും. ഒന്ന് വിളിച്ചോണ്ട് പോടോ. പിന്നെന്താ, താമര മുട്ട് വിരിയുന്നു, ഉണ്ടകൾ പറക്കുന്നു, പല രൂപത്തിലുള്ള ശിവണ്ണ വന്ന് പല കോപ്രായങ്ങൾ കാണിക്കുന്നു. ഒരുത്തൻ ശൂലം കൊണ്ട് കുത്തുന്നു, വേറൊരുത്തൻ പാമ്പിനെ കൊണ്ട് കുത്തിക്കുന്നു, ഒരുത്തൻ പശുവിനെ പറത്തുന്നു, വേറൊരുത്തൻ തീയുണ്ട ഉണ്ടാക്കി അത് പറത്തുന്നു. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? ഇല്ല കുറച്ചുകൂടെ. ഒരുത്തൻ സമ്മർസോൾട്ട് കറങ്ങി കാല് വെച്ചടിക്കുമ്പോൾ വേറൊരുത്തൻ ഡാൻസ് കളിച്ച് കാല് കൊണ്ടടിക്കുന്നു. ഇത്രയും രക്തച്ചൊരിച്ചിലൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയിലും പ്രണയാതരമായ ഒരു നിമിഷം വരുന്നുണ്ട്. കൺകൾ ഇരണ്ടാൽ ഉൻ കൺകൾ ഇരണ്ടാൽ എന്നെ കട്ടി ഇഴുത്തായി പോതാതെന. പിന്നെ ഏതാണ്ടൊക്കെ അവഞ്ചേഴ്സ് ഒക്കെ അവിടെ വന്നു ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ വിടാതെ എല്ലാവരെയും കൊല്ലും. സബ് കെ സബ്. അത് കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ഷെട്ടി സാർ കാണുന്നത് ശിവണ്ണ വെള്ളയിട്ട് വരുന്നതാണ്. അപ്പോഴാണ് ഷെട്ടി സാർ ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. നീ ആദ്യത്തെ ആക്സിഡന്റ് ഇല്ലേ, അതിൽ തന്നെ നീ മരിച്ചു. അപ്പൊ ഇതുവരെ കണ്ടതെല്ലാം, അതായത് കീബോർഡ് വെച്ച് അടിച്ചത്, മുത്തുമാമയുടെ കണ്ണ് തെറിച്ചത്, കർണാടക മുഴുവൻ കത്തിച്ച് കുറെ പേരെ കൊലയ്ക്ക് കൊടുത്തത്, നായിക കല്യാണം കഴിച്ചത്, എല്ലാം ഫേക്ക്. പക്ഷെ അങ്ങേര് ചത്തെന്ന് എത്ര പറഞ്ഞാലും ഷെട്ടി സാർ വിശ്വസിച്ചില്ല. അപ്പൊ ശിവണ്ണ ഒരു ഡയലോഗ് സൊല്ലും പാറ്. ഇല്ല, തീർന്നില്ല, ഇനിയുണ്ട്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസികൾ തന്നെ ദൈവത്തിനെ നാണം കെടുത്തുന്ന സീസണാണെന്ന് തോന്നുന്നു. ആദ്യം അകണ്ട, പിന്നെ താണ്ട ഇത്. പക്ഷേ എത്ര പറഞ്ഞിട്ടും ഷെട്ടി സാർ വിശ്വസിക്കാത്തതുകൊണ്ട് ശിവണ്ണ ഉടനെ ക്ലാപ്പ് ബോർഡ് അടിച്ച് ഷെട്ടി സാറിനെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും. അവിടെ വെച്ചാണ് ഷെട്ടി സാർ ചെയ്ത തെറ്റുകളെല്ലാം ദൈവം എണ്ണി പറയുന്നത്. 1, അങ്ങേര് ഹെൽമെറ്റ് വെച്ചില്ല. 2, അങ്ങേര് ബൈക്ക് ഓടിച്ചപ്പോൾ ഫോണിൽ സംസാരിച്ചു. പിന്നെ ഇങ്ങേര് വെസ്പ ഓടിച്ച ട്രിപ്പിൾ ലെയർ പ്രൊട്ടക്ഷൻ ഇട്ടാണല്ലോ. എന്തായാലും ട്രാഫിക് അവയർനെസ് പുളുത്താനായിട്ടാണ് അങ്ങനെ കൊലക്ക് കൊടുത്തത് എന്ന് ആലോചിച്ചിട്ടുള്ള ഞെട്ടൽ മാറാത്ത ഷെട്ടി സാറിന് ശിവണ്ണ പാരലൽ വേൾഡിൽ കോടീശ്വരം കളിക്കാൻ കൊണ്ടുപോകും. അവിടെ വെച്ചാണ് അടുത്ത ട്വിസ്റ്റ്. ഇത്രയും നേരം തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നില്ലേ, അവന്മാർ രണ്ടുപേരും ഒരു ടീമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെക്കാതെ തന്നെ കൊലക്ക് കൊടുത്താണെന്ന് കാലിനും ദൈവം കൂടെ ഷെട്ടി സാറിന്റെ ഇടവും വലവും എന്ന് പറയുമ്പോൾ പടം തീരും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഹൊറർ സിനിമയിലെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് പ്രേതം തിരിച്ചു വരുന്ന പോലെ ഷെട്ടി സാറിന്റെ കർമ്മം ചെയ്യാൻ വന്നപ്പോൾ പൂജാരി ഷെട്ടി സാറിന്റെ മമ്മിക്ക് ഗരുഡ പുരാണത്തിന്റെ ഒരു അബ്രിജ്ഡ് വേർഷൻ എടുത്ത് അങ്ങ് കൊടുക്കും. അത് കണ്ട് സന്തോഷിക്കുന്ന ശിവൻ ക്യാമിയോയും കൂടെ കഴിയുമ്പോൾ പടം തീരും. എന്നാൽ എനിക്ക് മനസ്സിലാവാത്തതല്ല, ഇങ്ങനത്തെ ഒരു ഗ്രേറ്റ് കംബോഡിയ സർക്കസ് ഒക്കെ ഇത്രയും കാശ് മുടക്കി ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഡയറക്ട് ചെയ്യാൻ മാത്രമുള്ള ധൈര്യമൊക്കെ ഈ അർജുൻ ജന്യക്ക് ആരാണ് കൊടുത്തത്? So Arjun Janya said that you were the one who asked him to direct the film because you said you're saying all these great ideas, why don't you direct the film yourself? വേറെ ആര്? ഉപ്പി സാറായിരിക്കും. That's what I'm saying. Nobody can step into that shoe. His thoughts, nobody can step in. വല്ലാത്ത ചതിയായി പോയി ശിവണ്ണ. അപ്പൊ ഇതും ഒരു സിനിമ. 3 ആള് തമ്മിൽ ചേരില്ലെന്നും 3 ആളായ മൂഞ്ചോ എന്നൊക്കെ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷേ നേരിട്ട് കണ്ടാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കായിരിക്കും? ഇപ്പൊ തന്നെ നമ്മൾ കന്നഡയിലെ 3 ഇഡിയറ്റ്സിനെ കണ്ടല്ലോ, എന്നാൽ നമുക്ക് വടക്കേന്ത്യ വരെ പോയി വേറെ 3 ഇഡിയറ്റ്സിനെ കണ്ടാലോ? This is Musty War.